മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിന് ശേഷം മടങ്ങിയ ഇ ഡി ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചത് തടയുന്നതിൽ പരാജയപ്പെട്ട പോലീസുകാരെ ശാസിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ. എന്തുകൊണ്ട് ലാത്തിചാർജ് നടത്തിയില്ല എന്ന് കമ്മീഷണർ ചോദിച്ചു. ഉന്നത നിർദ്ദേശം ലഭിച്ചില്ല എന്നാണ് പോലീസുകാരുടെ മറുപടി. അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അജ്മൽ, ഈ വീട്ടിലെ റെയ്ഡിന് ശേഷം മടങ്ങിയ ഇ ഡി ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചത് നമ്മൾ കണ്ടതാണ്. അത് തടയുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു എന്ന് പല കോണുകളിൽ നിന്നുമുള്ള ആ ഒരു സൂചന ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസുകാരെ ശാസിച്ചിരിക്കുകയാണ് സിറ്റി പോലീസ് കമ്മീഷണർ എന്ന് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്? ഹാഷ്മി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ പ്രഭിത സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിൽ നിന്നും അന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നു വന്നതാണ്. ആ സംഭവത്തിലാണ് ഇപ്പോൾ അവിടെ അന്ന് സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി സിറ്റി പോലീസ് കമ്മീഷണർ ശാസിച്ചിരിക്കുന്നത്. അന്ന് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഹാജരാക്കിയിട്ട് ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഈ പോലീസുകാരോട് ചോദിച്ചത് പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ്. അന്ന് ഇത്രയും വലിയൊരു സംഘർഷാവസ്ഥ അവിടെ നിലനിന്ന സാഹചര്യത്തിൽ ഈ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ, കൊച്ചി യൂണിറ്റിൽ നിന്നെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ കൃത്യമായി തടയാൻ എന്തുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ആദ്യമായി ഉന്നയിച്ചിട്ടുള്ളത്. രണ്ടാമത് ചോദിച്ചത് ഈ ഇ ഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം, 4 വാഹനങ്ങളിലത്തെ ഇ ഡി ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് നേരെ CPM പ്രവർത്തകർ മുട്ടയേറ് നടത്തിയിരുന്നു. അത് എന്തുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രതിരോധിക്കാനാകാത്തതെന്ന ചോദ്യം കൂടി പോലീസ് ഉദ്യോഗസ്ഥരോട് ഈ സിറ്റി പോലീസ് കമ്മീഷണർ ചോദിച്ചിട്ടുണ്ട്. ഈ 2 ഘട്ടങ്ങൾക്കും ഒരു പരിധിവരെ പോലീസിന് അവരുടെ അംഗബലം കൊണ്ട് നേരിടാനായില്ല എങ്കിൽ അവസാന ഘട്ടം എന്നുള്ള നിലയിൽ, അറ്റകൈ എന്നുള്ള നിലയിൽ അവസാനം എന്തുകൊണ്ട് ഈ CPM പ്രവർത്തകർക്കെതിരെ ലാത്തിചാർജ് നടത്തിയില്ല എന്നുകൂടി സിറ്റി പോലീസ് കമ്മീഷണർ ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നുണ്ട്. ഈ 3 ചോദ്യങ്ങൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള ഒരൊറ്റ മറുപടി എന്ന് പറയുന്നത് ഉന്നത തലങ്ങളിൽ നിന്ന് അതിനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നായിരുന്നു. അവിടെ അന്ന് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഏതൊരാൾക്കും കണ്ടാൽ അറിയാം, അന്ന് 10-100 കണക്കിന് CPM പ്രവർത്തകർ അവർ വളരെ വൈകാരിക വിക്ഷോഭത്തോടുകൂടി, ആവേശത്തോടുകൂടി തങ്ങളുടെ നേതാവിനെ ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നു എന്ന പ്രകോപനപരമായ ചിന്തയോടുകൂടി അവർ ആ വീടിന് മുന്നിൽ ഒത്തുകൂടുമ്പോൾ അവരെ തടയുന്നതിനോ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധം തീർക്കുന്നതിനോ മതിയായ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരിമിതമായ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നവർക്ക് പ്രതിരോധം തീർക്കുക എന്നത് സംബന്ധിച്ചിടത്തോളം ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പ്രതിരോധം തീർക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആവുക എന്നതും അവർക്ക് പരിമിതമായിരുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഈ സംഭവത്തെ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയവും ഒക്കെ വളരെ ഗൗരവത്തോടെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നതിലും അതോടൊപ്പം തന്നെ അവർക്ക് അവിടെ കൃത്യമായ സ്വസ്ഥമായ ഒരു പരിശോധന നടത്തുന്നതിലും സുരക്ഷ ഒരുക്കാൻ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും ആഭ്യന്തര വകുപ്പിനും വീഴ്ച സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് പോലീസിന് ഈ ആഭ്യന്തര ഇന്റലിജൻസ് ബ്യൂറോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിട്ടുള്ളത്. ഏതായാലും സംഭവത്തിൽ ഇപ്പോൾ 26 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. 300 കണ്ടാലറിയാവുന്ന 300 പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന മ്യൂസിയം പോലീസ് കഴിഞ്ഞ ദിവസമാണ് ഈ കണ്ടോൺമെന്റ് ACPയെ ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കേസ് അന്വേഷണം ഏൽപ്പിച്ചത്. ഏതായാലും ആ കേസ് പുരോഗമിക്കുകയാണ്. ഇന്നലെയും 6 പ്രതികളെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇവരെ ഈ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. വൈകിട്ട് 5 മണി വരെ പ്രതികളുടെ കസ്റ്റഡി സമയം തുടരും. 6ാമത്തെ പ്രതി മുതൽ 10ാമത്തെ പ്രതി വരെയുള്ള 5 പ്രതികൾ, മൊത്തം 5 പ്രതികളാണ് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ളത്. ഇതിൽ പ്രവർത്തകർ ഏതെങ്കിലും തരത്തിൽ ഈ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ, അതിന് പിന്നിൽ ഏതെങ്കിലും നേതാക്കന്മാരുടെ പ്രേരണയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ചോദിച്ചറിയുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ഇതൊരു അഭിമാന പ്രശ്നമാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഇന്റലിജൻസ് ബ്യൂറോയുടെയും ഭാഗത്ത് നിന്ന് പോലീസിന് വിമർശനം കൂടി ഉണ്ടായ സാഹചര്യത്തിൽ അത് കണ്ടുപിടിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.